ഹലോ ഓൾ. 10th പ്രിലിംസിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ചാൻസ് ഓഫ് ക്വസ്റ്റ്യൻസ് വരാനുള്ളൊരു പോർഷനാണ് കറണ്ട് അഫയേഴ്സ്. ആ കറണ്ട് അഫയേഴ്സ് തന്നെ ഏറ്റവും കൂടുതൽ വരാൻ ചാൻസ് ഉള്ള എന്ന് നമ്മൾ കരുതുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ക്വസ്റ്റ്യൻ ആൻസർ രീതിയിൽ ഒന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പം എല്ലാവർക്കും എൻ്റെ ഓൾ ദി ബെസ്റ്റ്. എല്ലാവരും നന്നായിട്ട് പഠിക്കുക. അപ്പം നമുക്ക് ഇന്നത്തെ കറണ്ട് അഫയേഴ്സിൻ്റെ ക്വസ്റ്റ്യൻസ് ഒന്ന് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കാം. 2006 ജനുവരിയിൽ രാഷ്ട്രപതി ഭവനിൽ ദ്രൗപദി മുർമു ഉദ്ഘാടനം ചെയ്ത പുതിയ അത്യാധുനികമായിട്ടുള്ള ലൈബ്രറിയുടെ പേരെന്താണ്? ഇതാണ് ഒന്നാമത്തെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ക്വസ്റ്റ്യൻ. 2026 ജനുവരിയിൽ രാഷ്ട്രപതി ഭവനിൽ ദ്രൗപദി മുർമു ഉദ്ഘാടനം ചെയ്ത പുതിയ അത്യാധുനിക ലൈബ്രറിയുടെ പേരെന്താണെന്നാണ് ഒന്നാമത്തെ ചോദ്യം. അതിന്റെ ഓപ്ഷൻസ് എന്തൊക്കെയാന്ന് നോക്കിയേ. ജ്ഞാൻ വിഹാർ, ഗ്രന്ഥകുടീർ, പുസ്തകശാല ആൻഡ് വിദ്യാനിവാസ്. ഈ 4 ഓപ്ഷൻസ് ആണ് നമുക്ക് ഉള്ളത്. അപ്പം ഓപ്ഷൻസ് എന്തൊക്കെയാണ്? ജ്ഞാൻ വിഹാർ, ഗ്രന്ഥകുടീർ, വിദ്യാനിവാസ്, പുസ്തകശാല. അപ്പം നിങ്ങളുടെ ആ ഒരു ഇത്ര നാളത്തെ പഠിച്ചതും റിവിഷനും ഒക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് ഏതാണ് ഉത്തരമായിട്ട് തോന്നുന്നത്? ഓൾമോസ്റ്റ് എല്ലാവർക്കും ഉത്തരം അറിയായിരിക്കും. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, ഉത്തരത്തിലേക്ക് നമുക്ക് പോകാം. ഉത്തരം എന്താണ്? ഗ്രന്ഥകുടീറാണ് നമ്മുടെ ഉത്തരം. ഗ്രന്ഥകുടീരാണ് നമ്മുടെ ഉത്തരം. എന്താണ്? 2026 ജനുവരിയിൽ രാഷ്ട്രപതി ഭവനിൽ ദ്രൗപദി മുർമു ഉദ്ഘാടനം ചെയ്ത പുതിയ അത്യാധുനികമായിട്ടുള്ള ലൈബ്രറിയുടെ പേരെന്താണ്? ഗ്രന്ഥകുടീർ എന്നാണ് ആ ഒരു ലൈബ്രറിയുടെ പേര്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. 2026 ഹരിവരാസനം പുരസ്കാരത്തിന് അർഹനായിട്ടുള്ള പ്രശസ്ത നാദസ്വരം കലാകാരൻ ആരാണെന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, 2026 ഹരിവരാസനം പുരസ്കാരത്തില് അർഹനായിട്ടുള്ള പ്രശസ്ത നാദസ്വരം കലാകാരൻ ആരാണെന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പൊ നമ്മുടെ ഓപ്ഷൻസ് നമുക്ക് നോക്കാം. ഓപ്ഷൻ എ എന്ന് പറയുന്നത് തിരുവിഴ ജയശങ്കർ, രണ്ടാമത്തത് കടുക്കൂർ അപ്പുക്കുട്ടൻ, മൂന്നാമത്തത് വെളിച്ചപ്പാട് വാസുദേവൻ, നാലാമത്തത് തിരുവല്ല രാധാകൃഷ്ണൻ. അപ്പൊ ഇതിനകത്ത് ആർക്കാണ് 2026 ഹരിവരാസനം പുരസ്കാരം കിട്ടിയത്, പ്രശസ്തനായ നാദസ്വരം കലാകാരനാണെന്ന് എടുത്തു പറഞ്ഞിട്ടുണ്ട്. ആ ഒരു ഓപ്ഷനിലാണ് നമ്മൾ കയറി പിടിക്കേണ്ടത്. ഓക്കെ, അപ്പൊ ഇതിന്റെ ഉത്തരം എന്താണെന്ന് നമുക്ക് നോക്കാം. ഇതിന്റെ ഉത്തരം എന്താണ്? തിരുവിഴ ജയശങ്കർ തന്നെയാണ് നമ്മുടെ ഉത്തരം. തിരുവിഴ ജയശങ്കർ ആണ് നമ്മുടെ ഉത്തരം. അപ്പൊ ഈ കുറച്ച് ചോദ്യങ്ങൾ നമുക്ക് സിമ്പിൾ ആയിട്ടുള്ളത് വരും, കുറച്ച് സ്റ്റേറ്റ്മെന്റ് ടൈപ്പിലുള്ളത് വരും. അപ്പൊ അങ്ങനെ നമുക്ക് ഡിസ്കസ് ചെയ്യാമേ. അപ്പം ഇതിന്റെ ഉത്തരം നമുക്ക് കിട്ടിയല്ലോ. അടുത്ത നോക്കിക്കേ. അക്കാഡമി മ്യൂസിയം ഓഫ് മോഷൻ പിക്ചേഴ്സിൽ വെയർ ദ ഫോറസ്റ്റ് മീറ്റ്സ് ദ സീ എന്ന വിഭാഗത്തിൽ 2026 പ്രദർശിപ്പിക്കാൻ തിരഞ്ഞെടുത്ത മലയാള ചലച്ചിത്രം ഏതാണ്? അപ്പം ശ്രദ്ധിച്ച് കേൾക്കാം. ഇത് ഒരുപാട് വാദങ്ങൾക്കും അങ്ങനെ എല്ലാത്തിനും സിനിമാ ലോകത്തും ഒക്കെ ഒരുപാട് ചർച്ച ചെയ്യപ്പെട്ട ഒരു വിഷയമായിരുന്നു ഇത്. അപ്പം അക്കാഡമി മ്യൂസിയം ഓഫ് മോഷൻ പിക്ചേഴ്സിൽ വെയർ ദ ഫോറസ്റ്റ് മീറ്റ്സ് ദ സീ എന്ന വിഭാഗത്തിൽ 2026 പ്രദർശിപ്പിക്കാൻ തിരഞ്ഞെടുക്കപ്പെട്ട മലയാള ചലച്ചിത്രം ഏതാണെന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പൊ ഒന്നാമത്തെ ഓപ്ഷൻ എന്താണ്? ആടുജീവിതം. രണ്ടാമത്തെ ഓപ്ഷൻ എന്താണ്? മഞ്ഞുമേൽ ബോയ്സ്. മൂന്നാമത്തെ ഓപ്ഷൻ ഭ്രമയുഗം. നാലാമത്തെ ഓപ്ഷൻ കാതൽ. അപ്പൊ ഇതിനകത്തെ ഏതാണ് നമ്മുടെ ഉത്തരം? നിങ്ങൾക്ക് എല്ലാവർക്കും ഉത്തരം കിട്ടിയിട്ടുണ്ടാവും. നമുക്ക് ഉത്തരം ഒന്ന് നമുക്ക് നോക്കാം. ഏതാണ്? ഭ്രമയുഗമാണ് നമ്മുടെ ഉത്തരം. അപ്പം ഭ്രമയുഗത്തിൽ എന്തായിരുന്നു കിട്ടിയിട്ടുള്ള ആ ഒരു എന്താ പറയുന്നത് അവസരം എന്തായിരുന്നു? അക്കാഡമി മ്യൂസിയം ഓഫ് മോഷൻ പിക്ചേഴ്സിൽ വെയർ ദ ഫോറസ്റ്റ് മീറ്റ് ദ സീ എന്ന വിഭാഗത്തിൽ പ്രദർശിപ്പിക്കാൻ ഇടയായിട്ടുള്ള മലയാള ചലച്ചിത്രമായിരുന്നു എന്ത്? ഭ്രമയുഗം. അപ്പൊ ആ ഒരു പോയിന്റ് പ്രത്യേകം ഓർത്ത് വെച്ചേക്കാം. മലയാള സിനിമ നേടിയ ഒരു വലിയ പുരസ്കാരം പോലെ തന്നെയാണ് നമ്മൾ ആ ഒരു അവസരത്തെ കണക്കാക്കുന്നത്. അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. 2026 പുറത്തുവിട്ട നീതി ആയോഗിന്റെ എക്സ്പോർട്ട് പ്രിപ്പയർനെസ് ഇൻഡെക്സ് പ്രകാരം വലിയ സംസ്ഥാനങ്ങളുടെ പട്ടികയിൽ 1ാം സ്ഥാനം നേടിയത് ഏത് സംസ്ഥാനമാണ്? അപ്പൊ ഇവിടെ പ്രത്യേകം പറഞ്ഞിട്ടുള്ള ഒന്നാമത്തെ ക്ലൂ എന്താണ്? വലിയ സംസ്ഥാനങ്ങളുടെ പട്ടികയിൽ അല്ലെ? അപ്പോ ആ ക്ലൂ വെച്ചിട്ട് നമ്മൾ പിടിക്കുന്നത്. അപ്പൊ ഒന്നാമത്തെ ഓപ്ഷൻ ഗുജറാത്ത്, രണ്ടാമത്തെ ഓപ്ഷൻ തമിഴ്നാട്, മൂന്നാമത്തെ ഓപ്ഷൻ കേരളം, നാലാമത്തെ ഓപ്ഷൻ മഹാരാഷ്ട്ര. അപ്പൊ ഇവിടുത്തെ നീതി ആയോഗിന്റെ ഏതാണ് പുറത്തുവിട്ട ഇൻഡെക്സ്? എക്സ്പോർട്ട് പ്രിപ്പയർനെസ്. അപ്പം ആ എക്സ്പോർട്ട് പ്രിപ്പയർനെസ് ഇൻഡെക്സ് പ്രകാരം വലിയ സംസ്ഥാനങ്ങളുടെ പട്ടികയിൽ 1ാം സ്ഥാനം നേടിയത് 2026 നീതി ആയോഗിന്റെ കണക്കിൽ ആരാണെന്നാണ് ചോദ്യം. അപ്പൊ നമ്മൾ ഓപ്ഷൻസും വായിച്ചു. അപ്പൊ ഓപ്ഷൻസും എല്ലാം കണക്കിലെടുത്ത് നമുക്ക് എന്താണ് ഉത്തരം കിട്ടിയിരിക്കുന്നത്? മഹാരാഷ്ട്രയാണ് നമ്മുടെ ഉത്തരം. ഓക്കെ, മഹാരാഷ്ട്രയാണ്. സംസ്ഥാനങ്ങൾ കയറ്റുമതി ശേഷിയും വ്യാവസായിക സൗകര്യങ്ങളും അളക്കുന്ന നീതി ആയോഗിന്റെ സൂചികയിൽ തമിഴ്നാടിനെയും ഗുജറാത്തിനെയും പിന്നിലാക്കി മഹാരാഷ്ട്ര ഒന്നാമതെത്തി. അതായത് മഹാരാഷ്ട്ര ഒന്നാമതെത്തി. ആരൊക്കെ പിന്നിലാക്കിയിട്ടാണ്? ഇപ്പൊ നേരത്തെയുള്ള വർഷങ്ങളിൽ ആരൊക്കെയായിരുന്നു ഒന്നാമതൊക്കെ ആയിട്ട് സ്ഥാനങ്ങൾ പങ്കിട്ടുകൊണ്ടിരുന്നത്? ഗുജറാത്തും തമിഴ്നാടുമായിരുന്നു. അപ്പൊ അവരെ പിന്നിലാക്കിയിട്ട് മഹാരാഷ്ട്രയാണ് ഇവിടെ ഒന്നാമത് എത്തിയേക്കുന്നത്. അവരെ പിന്നിലാക്കിയിട്ട് മഹാരാഷ്ട്ര ഇവിടെ ഒന്നാമത് എത്തിയിട്ടുണ്ട്. അപ്പൊ 2026 പുറത്തുവിട്ട നീതി ആയോഗിന്റെ എക്സ്പോർട്ട് പ്രിപ്പയർനെസ് ഇൻഡെക്സ് പ്രകാരം വലിയ സംസ്ഥാനങ്ങളുടെ പട്ടികയിൽ 1ാം സ്ഥാനം നേടിയത് ഗുജറാത്തിനെയും തമിഴ്നാടിനെയും പിന്തള്ളി മഹാരാഷ്ട്ര ആണെന്നുള്ള കാര്യം പ്രത്യേകം നമ്മൾ ഓർത്തു വെച്ചേക്കാം.
ഓക്കെ, അപ്പം ഈ വലിയ സംസ്ഥാനങ്ങൾ കാണുമ്പോൾ നമുക്ക് കേരളം എന്താ പറ്റും, വെട്ടാൻ പറ്റും. അതുകൊണ്ട് നമ്മൾ ക്വസ്റ്റ്യൻ ഓരോ വാക്കും വായിച്ചിരിക്കേണ്ടത് വളരെ വളരെ നിർബന്ധമാണ്. പക്ഷെ നമുക്ക് എന്താണ് പരീക്ഷ സമയത്ത് ഒരു ക്വസ്റ്റ്യൻ എത്ര സെക്കൻഡിൽ കൂടുതൽ നമ്മൾ ചെലവിടാൻ പാടില്ല, ഒരു 60 സെക്കൻഡിൽ കൂടുതൽ ചെലവിടാൻ പാടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ വായിക്കുന്ന ഓരോ നിമിഷത്തിലും കൃത്യമായിട്ട് വായിച്ചു പോകെ. ഇനി നമുക്ക് നോക്കാം, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ കെ സ്മാർട്ട് സോഫ്റ്റ്വെയർ വഴി ഏറ്റവും കൂടുതൽ സേവനങ്ങൾ നൽകി 2026 ജനുവരിയിലെ കണക്കനുസരിച്ച് 1ാം സ്ഥാനത്ത് എത്തിയ കേരളത്തിലെ ജില്ല ഏതാണ്? തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ കെ സ്മാർട്ട് സോഫ്റ്റ്വെയർ വഴി ഏറ്റവും കൂടുതൽ സേവനങ്ങൾ നൽകി 2026 ജനുവരിയിൽ കണക്കനുസരിച്ചിട്ട് 1ാം സ്ഥാനത്ത് എത്തിയ ജില്ല, കേരളത്തിലെ ജില്ല ഏതാണെന്നാണ് നമ്മുടെ ചോദ്യം. അപ്പം ഏതൊക്കെയാണ് നമ്മുടെ ഓപ്ഷൻസ്? 1 മലപ്പുറം, 2 എറണാകുളം, 3 തിരുവനന്തപുരം, 4 കോഴിക്കോട്. അപ്പം മലപ്പുറം ഉണ്ട്, എറണാകുളം ഉണ്ട്, തിരുവനന്തപുരം ഉണ്ട്, കോഴിക്കോട് ഉണ്ട്. അപ്പം എന്താണ് ചോദ്യം? ഒന്നുകൂടി ശ്രദ്ധിച്ചു കേൾക്കുക. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ കെ സ്മാർട്ട് സോഫ്റ്റ്വെയർ വഴി ഏറ്റവും കൂടുതൽ സേവനങ്ങൾ നൽകി 2026 ജനുവരിയിൽ കണക്കനുസരിച്ച് 1ാം സ്ഥാനത്തെത്തിയ കേരളത്തിലെ ജില്ല ഏതാണെന്നാണ് നമ്മുടെ ചോദ്യം. അപ്പൊ നേരെ നമുക്ക് ഉത്തരത്തിലേക്ക് പോയാലോ? ഉത്തരം മലപ്പുറം. മലപ്പുറമാണ് നമ്മുടെ ഉത്തരം. അപ്പം കെ സ്മാർട്ട് വഴി ഏറ്റവും കൂടുതൽ സേവനങ്ങൾ നൽകിയത് 2026 ജനുവരിയിലെ കണക്കനുസരിച്ചിട്ട് ആരാണ്? ഏത് ജില്ലയാണ്? മലപ്പുറം ജില്ല ആണ്. മലപ്പുറം ജില്ലക്കാർക്ക് അഭിമാന നിമിഷം. ഇനി രാജ്യത്തെ ആദ്യത്തെ ESIC ആയുർവേദ മെഡിക്കൽ കോളേജ് കേരളത്തിൽ എവിടെയാണ് സ്ഥാപിതമാകുന്നത്? അപ്പം ESIC ആയുർവേദ മെഡിക്കൽ കോളേജ് കേരളത്തിൽ എവിടെയാണ് സ്ഥാപിതമാകുന്നതെന്നാണ് ചോദ്യം. ഓക്കെ, രാജ്യത്തെ ആദ്യത്തെ ESIC ആയുർവേദ മെഡിക്കൽ കോളേജ് കേരളത്തിൽ എവിടെയാണ് സ്ഥാപിതമാകുന്നത്? കൽപ്പറ്റയിലാണോ, ഏഴുകോണിലാണോ, ഒളവണ്ണയിലാണോ, പയ്യന്നൂരിലാണോ? ഇവിടെ എവിടെയാണ് ESIC ആയുർവേദ മെഡിക്കൽ കോളേജ് രാജ്യത്തെ തന്നെ ആദ്യമായിട്ട് സ്ഥാപിതമാകുന്നത്? കൽപ്പറ്റ, ഏഴുകോൺ, ഒളവണ്ണ, പയ്യന്നൂർ. ഇതാണ് നമ്മുടെ ഓപ്ഷൻസ്. അപ്പോൾ ഓപ്ഷൻസ് അനുസരിച്ച് നോക്കിയിട്ട് ഉത്തരം നോക്കുമ്പം ഏഴുകോണാണ് നമ്മുടെ ഉത്തരം. ഏതാണ് ഉത്തരം? ഏഴുകോണാണ് നമ്മുടെ ഉത്തരം. കേന്ദ്ര ജീവനക്കാരുടെ ഇൻഷുറൻസ് കോർപ്പറേഷൻ ESICയുടെ കീഴിൽ ഭാരതത്തിൽ ആദ്യമായിട്ട് അനുവദിച്ച ആയുർവേദ മെഡിക്കൽ കോളേജ് കൊല്ലം ജില്ലയിലെ എഴുകോണിലാണ് യാഥാർത്ഥ്യമാകുന്നത്. കൊല്ലം ജില്ലയിലെ എഴുകോണിലാണ് യാഥാർത്ഥ്യമാകുന്നത്. അപ്പൊ ആ ഒരു പോയിന്റ് പ്രത്യേകം ഓർത്തു വെച്ചേക്കാം. കൊല്ലം ജില്ലയിലെ എഴുകോണിലാണ്. എന്താണ് ഈ സ്ഥാപനം? കേന്ദ്ര ജീവനക്കാരുടെ ഇൻഷുറൻസ് കോർപ്പറേഷൻ ESICയുടെ കീഴിൽ ഭാരതത്തിൽ ആദ്യമായിട്ട് അനുവദിച്ച ആയുർവേദ മെഡിക്കൽ കോളേജ് കൊല്ലം ജില്ലയിലെ എഴുകോണിലാണ് യാഥാർത്ഥ്യമാകാൻ പോകുന്നത്. അപ്പം അടുത്തത്, കായലിന് കുറുകെ നിർമ്മിച്ച കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ പാലം ഏതാണ്? കായലിന് കുറുകെ നിർമ്മിച്ച കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ പാലം ഏതാണ്? ഇതാണ് ചോദ്യം. അപ്പൊ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻസ് നോക്കിയേ. ഗോശ്രീ പാലമുണ്ട്, പെരുമ്പളം പാലം, ഇടക്കൊച്ചി പാലം, പൊന്നാനി പാലം. ഇതിൽ ഏത് പാലമാണ് കായലിന് കുറുകെ നിർമ്മിച്ച കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ പാലം? അപ്പൊ നമുക്ക് ഉത്തരം ഏതായിട്ട് കണക്കാക്കാം? ഉത്തരം നമുക്ക് ഏതായിട്ട് കണക്കാക്കാം? പെരുമ്പളം പാലമാണ് നമ്മുടെ ഉത്തരം. പെരുമ്പളം പാലം. അപ്പം കായലിന് കുറുകെ നിർമ്മിക്കപ്പെട്ട കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ പാലം ഏതാണ്? പെരുമ്പളം പാലമാണ്. പെരുമ്പളം പാലം ഏത് ജില്ലയിലാണ്? ആലപ്പുഴ ജില്ലയിലാണ്. ആലപ്പുഴ ജില്ലയിലെ പെരുമ്പളം ദ്വീപിനെ പാണാവള്ളിയുമായി ബന്ധിപ്പിക്കുന്ന ഈ പാലം കൈതപ്പുഴ കായലിന് കുറുകെയാണ് നിർമ്മിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഈ പറയുന്ന ഉത്തരത്തിലെ ഓരോ സ്റ്റേറ്റ്മെന്റും ഓരോ പോയിന്റ്സും എന്താണ് ഇമ്പോർട്ടന്റ് ആണ്. അപ്പം ആലപ്പുഴ ജില്ലയിലാണ് ഈ പെരുമ്പളം പാലം വന്നിരിക്കുന്നത് നമുക്ക് മനസ്സിലായി. അപ്പോൾ പെരുമ്പളം ദ്വീപിനെ പാണാവള്ളിയുമായിട്ട് ബന്ധിപ്പിക്കുന്നതാണ് ഈ പാലം. അത് കൈതപ്പുഴ കായലിന് കുറുകെയാണ് നിർമ്മിച്ചിരിക്കുന്നത്. 1.1 കിലോമീറ്ററിലധികം നീളമുള്ള ഇത് കായലിന് മുകളിലെ ഏറ്റവും നീളം കൂടിയ പാലമാണ്. അപ്പം 1 കിലോമീറ്ററും 100 മീറ്ററും ഉണ്ട്. അപ്പം 1.1 കിലോമീറ്റർ നീളമാണ് ഈ പാലത്തിന് ഉള്ളതെന്നുള്ള കാര്യം പ്രത്യേകം നിങ്ങൾ ഓർത്തു വെച്ചേക്കാം. അപ്പൊ നമ്മൾ പഠിച്ചു. ഒന്നുകൂടെ വായിക്കുകയാണ് നമ്മൾ. ഇനി നമുക്ക് ഈ ഒരു വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങൾ പഠിച്ചു പോവുക. ഒന്നുകൂടെ കേൾക്കാൻ സമയമില്ല, നിങ്ങൾക്ക് ഇഷ്ടം പോലെ പഠിക്കാനുണ്ട്. ആലപ്പുഴ ജില്ലയിലെ പെരുമ്പളം ദ്വീപിനെ പാണാവള്ളിയുമായി ബന്ധിപ്പിക്കുന്ന ഈ പാലം കൈതപ്പുഴ കായലിന് കുറുകെയാണ് നിർമ്മിച്ചിരിക്കുന്നത്. 1.1 കിലോമീറ്ററിലധികം നീളമുള്ള ഇത് കായലിന് മുകളിലെ ഏറ്റവും നീളം കൂടിയ പാലം ആണ്. അപ്പൊ അത്ര നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അടുത്ത നമുക്ക് നോക്കാം. അപ്പം അടുത്ത ചോദ്യം നമ്മൾ നോക്കാം. അടുത്ത ചോദ്യം പറയുമ്പോഴത്തേക്കും, ഇന്ത്യയിലെ ഏത് മെട്രോപൊളിറ്റൻ നഗരത്തിലാണ് വൈദ്യുത വാഹനങ്ങളുടെ ഉപയോഗം വേഗത്തിലാക്കാൻ EV പോളിസി 2026 പ്രഖ്യാപിച്ചത്? ഇന്ത്യയിലെ ഏത് മെട്രോപൊളിറ്റൻ സിറ്റിയിലാണ് വൈദ്യുത വാഹനങ്ങളുടെ ഉപയോഗം വേഗത്തിലാക്കാൻ വേണ്ടിയിട്ട് EV പോളിസി 2026 പ്രഖ്യാപിച്ചതെന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഓക്കെ, EV പോളിസി 2026 ഇന്ത്യയിലെ ഏത് മെട്രോപൊളിറ്റൻ നഗരത്തിലാണ് പ്രഖ്യാപിച്ചത്? എന്തിനു വേണ്ടിയിട്ടാണ്? EV വാഹനങ്ങളുടെ ഉപയോഗം കൂട്ടാൻ വേണ്ടിയിട്ട്, അല്ലെ, ഉപയോഗം വേഗത്തിലാക്കാൻ വേണ്ടിയിട്ട്.
അപ്പോൾ അത് ഏതൊക്കെയായിരിക്കും? ഓപ്ഷൻസ് നമുക്ക് മുംബൈ ഉണ്ട്, ബാംഗ്ലൂർ ഉണ്ട്, ഡൽഹി ഉണ്ട്, ചെന്നൈ ഉണ്ട്. അപ്പം മുംബൈ, ബാംഗ്ലൂർ, ഡൽഹി, ചെന്നൈ. കുറച്ച് നമുക്ക് വാർത്തകൾ ഫോളോ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നമുക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റും? ഉത്തരം നമുക്ക് കിട്ടും. അപ്പം ഏതാണ് നമ്മുടെ ഉത്തരം? ഉത്തരം ഏതാണ്? നമ്മുടെ ഉത്തരം ഡൽഹിയാണ് അല്ലേ? ഡൽഹിയിലാണ് ഏറ്റവും കൂടുതൽ വാഹനങ്ങളുടെ കാര്യത്തിൽ ഇത്രയും സെൻസിറ്റീവ് ആയിട്ടുള്ള തീരുമാനങ്ങളും എല്ലാം വരുന്നത്. അപ്പൊ ആ ഒരു അങ്ങനത്തെ കുറച്ച് കോമൺ സെൻസുകൾ ഉപയോഗിച്ചിട്ട് നമുക്ക് ചില ഉത്തരങ്ങൾ കിട്ടും. പഠിക്കണമെന്ന് കൂടിയില്ല, ചില ഉത്തരങ്ങൾ നമുക്ക് നമ്മുടെ ആ ഒരു നിരീക്ഷണ പാഠവും അതൊക്കെ വെച്ചിട്ട് നമുക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട്. ചിലപ്പോൾ നമ്മൾ ഒന്ന് പത്രം കണ്ടുപോയതായിരിക്കും, അപ്പൊ ആ ഒരു ഫ്ലാഷ് മെമ്മറി നമുക്ക് ഉണ്ടാവും. അപ്പൊ അതൊക്കെ നമ്മുടെ ഫ്ലാഷ് മെമ്മറിനെയും നമ്മുടെ ഇൻഡ്യൂഷൻസിനെയും നമ്മളെ തന്നെ ഏറ്റവും കൂടുതൽ നിങ്ങൾ വിശ്വസിക്കുക പരീക്ഷാ സമയത്ത്. ഓക്കെ, അതല്ല സെൽഫ് ഡൗട്ട് ഒരിക്കലും പരീക്ഷാ സമയത്ത് അടിക്കാൻ പാടില്ല. അടുത്ത് നോക്കാമേ. ഇന്ത്യൻ സൂപ്പർ ലീഗിൽ ഒരു മുൻനിര ഫുട്ബോൾ ക്ലബിന്റെ മുഴുവൻ സമയം മുഖ്യ പരിശീലകനാകുന്ന ആദ്യ മലയാളി ആരാണ്? അപ്പൊ ഇന്ത്യൻ സൂപ്പർ ലീഗ് ISL, IPL പോലെ ഫുട്ബോളിന്റെ എന്താണ് ആ ഒരു വേർഷനാണ് ISL, ഇന്ത്യൻ സൂപ്പർ ലീഗ്. അതിലൊരു മുൻനിര ഫുട്ബോൾ ക്ലബിന്റെ മുഴുവൻ സമയം മുഖ്യ പരിശീലകനാകുന്ന ആദ്യ മലയാളി ആരാണെന്നാണ് നമ്മുടെ ചോദ്യം. ഓക്കെ, ആദ്യ മലയാളി ആരാണ്? ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ ഒരു മുൻനിര അല്ലെങ്കിൽ മുഖ്യധാരയിലുള്ള ഒരു ടീമിന്റെ മുഴുവൻ സമയ പരിശീലനാകുന്ന ആദ്യ മലയാളി ആരാണ് നമ്മുടെ ചോദ്യം. അപ്പൊ നമുക്ക് അതിന്റെ ഓപ്ഷൻസ് നോക്കി. VP ഷാജി ആണോ, IM വിജയനാണോ, അതേപോലെ TG പുരുഷോത്തമനാണോ, ജോപോൾ അഞ്ചേരിയാണോ? ഈ 4 ഓപ്ഷൻസ് ആണ് നമ്മുടെ മുന്നിലുള്ളത്. അപ്പൊ ഏതൊക്കെയാണ് നമ്മുടെ ഓപ്ഷൻസ്? VP ഷാജി, IM വിജയൻ, TG പുരുഷോത്തമൻ, അതേപോലെ ജോപോൾ അഞ്ചേരി. ഇതൊക്കെയാണ് നമ്മുടെ ഓപ്ഷൻസ്. അപ്പൊ ഉത്തരം നമുക്ക് നോക്കാം. ഉത്തരം നോക്കിക്കേ. ഉത്തരം TG പുരുഷോത്തമൻ സാറാണ് ഇന്ത്യൻ സൂപ്പർ ലീഗിൽ ഒരു മുൻനിര ഫുട്ബോൾ ക്ലബിന്റെ മുഴുവൻ സമയം മുഖ്യ പരിശീലകനാകുന്ന ആദ്യ മലയാളി. ഓക്കെ, അപ്പൊ ആരാണ്? TG പുരുഷോത്തമൻ. അപ്പൊ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് വൈകാതെ തന്നെ കടക്കുകയാണ്. 2025 പ്രശസ്തമായ മാതൃഭൂമി ബുക്ക് ഓഫ് ദി ഇയർ പുരസ്കാരം കരസ്ഥമാക്കി എഴുത്തുകാരി ആരാണ്? 2025 കാര്യമാണ് ചോദിക്കുന്നത്. അപ്പൊ നമ്മൾ എന്താണ് ഒരു അവാർഡിനെ പറ്റി പഠിക്കുമ്പം നമ്മൾ ഏറ്റവും ലേറ്റസ്റ്റ് വർഷത്തെയും അതിന് മുന്നത്തെ വർഷത്തെയും അത് രണ്ടും ഒന്ന് നോക്കണം. കാരണം നമുക്ക് എന്താണ്, നമുക്ക് ഓപ്ഷൻസ് വരുമ്പം അതും തരും, നമുക്ക് കഴിഞ്ഞ വർഷത്തെയും അല്ലെങ്കിൽ നമ്മൾ വേറൊരു വർഷത്തെ 2024 ചോദിക്കുന്നെങ്കിൽ 2025 ഓപ്ഷൻസും തരും, 2026 ഓപ്ഷൻസും തരും, 2023 ഓപ്ഷനും തരും. അപ്പൊ നമുക്ക് എന്താണ് ഇതിനെപ്പറ്റി ഒരു ഐഡിയ ഇല്ലെങ്കിൽ നമ്മളെ കൺഫ്യൂസ് ആക്കാൻ വേണ്ടി ഏറ്റവും കൂടുതൽ എന്താ പറയാ ആ ഒരു സമയത്ത് നമ്മളെ കൺഫ്യൂസ് ആക്കാൻ വേണ്ടി ഉപയോഗിക്കാൻ പോകുന്ന ഇങ്ങനത്തെ ഓപ്ഷൻസ് ആണ്. അപ്പൊ നമ്മളിത് അറിഞ്ഞിരിക്കുന്നത് വളരെ നല്ലതാണ്. 2 വർഷമെങ്കിലും അറ്റ്ലീസ്റ്റ് 2025 പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിൽ 2026 അല്ലെങ്കിൽ 2025 2024 ആ ഒരു രീതിയിൽ പഠിച്ചു പോകുന്നത് വളരെ നല്ലതായിരിക്കും. അപ്പൊ ഇവിടെ നോക്കിക്കേ, 2025 പ്രശസ്തമായ മാതൃഭൂമി ബുക്ക് ഓഫ് ദി ഇയർ പുരസ്കാരം കരസ്ഥമാക്കിയ എഴുത്തുകാരൻ ആരാണെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പൊ ഇവിടെ നോക്കിക്കേ, ഇവിടെ ഓപ്ഷൻസ് നോക്കിയേ. അരുന്ധതി റോയ് ഉണ്ട്, KR മീര ഉണ്ട്, മാധവിക്കുട്ടിയുണ്ട്, സാറ ജോസഫ് ഉണ്ട്. ഞാൻ ഇവിടെ എഴുത്തുകാരൻ എന്നാണ് പറഞ്ഞത്, എഴുത്തുകാരൻ അല്ലെങ്കിൽ എഴുത്തുകാരി. ഓക്കെ, എഴുത്തുകാരി നമുക്ക് മനസ്സിലാക്കാം. അപ്പം അരുന്ധതി റോയ് ഉണ്ട്, KR മീര ഉണ്ട്, മാധവിക്കുട്ടിയുണ്ട്, സാറ ജോസഫ് ഉണ്ട്. അപ്പൊ ഈ 4 ഓപ്ഷൻസ് ഇന്ന് മനസ്സിലാക്കുക. ഇതാരാണ് ഇതിന്റെ ഉത്തരം എന്നുള്ളത് മനസ്സിലാക്കുക. ഉത്തരം അരുന്ധതി റോയ് ആണ് നമ്മുടെ ഉത്തരം. ഓക്കെ, അപ്പം ഏത് അവാർഡിനെ പറ്റി നമ്മൾ പഠിക്കുമ്പോഴും ഞാൻ എപ്പോഴും പറയാൻ നമ്മുടെ സ്റ്റുഡൻസിന്റെ അടുത്ത് പറയാനുള്ളതാണ്, എത്രാമത്തെയാണ്, അതേപോലെ ഈ വർഷത്തെ ആണെങ്കിൽ കഴിഞ്ഞ വർഷത്തെ ആർക്കാണ് കിട്ടിയത് എന്നെങ്കിലും ഇത്രയെങ്കിലും നമ്മൾ മനസ്സിലാക്കി വെച്ചേക്കണം. പിന്നെ ഇത് ആർക്കാണ് ആദ്യം ലഭിച്ചത്, ആ രീതിയിൽ വേണം പോകാൻ വേണ്ടി. ഇപ്പൊ ഇതിൽ മാരത്തോൺ ആയതുകൊണ്ട് ഇത്രയും ഡിസ്കസ് ചെയ്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് ക്വസ്റ്റ്യൻസ് കൂടുതൽ ഡിസ്കസ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് കൊണ്ട് മാത്രം ഇത് പറയുന്നില്ല. നമ്മൾ ക്ലാസ്സുകൾ വ്യക്തമായിട്ട് നമ്മളിത് പറയുന്നതാണ്. അപ്പം ഇവിടെ നോക്കിയേ, 2025 മാതൃഭൂമി ബുക്ക് ഓഫ് ഇയർ. ഓക്കെ, ഇനി നമുക്ക് നോക്കാമേ. അടുത്ത് T പത്മനാഭൻ എഴുതിയ ഏറ്റവും പുതിയതും ഏറെ ചർച്ച ചെയ്യപ്പെട്ടതുമായ പുസ്തകം ഏതാണ്? അപ്പം T പത്മനാഭൻ സാർ എഴുതിയ ഏറ്റവും പുതിയതും ഏറെ ചർച്ച ചെയ്യപ്പെട്ടതുമായ പുസ്തകം ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പൊ ഒന്നാമത്തെ ഓപ്ഷൻ കടൽ തീരത്ത്. ഞാനിപ്പം ഈ സ്ലൈഡ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് രാത്രി നിന്ന് ടൈപ്പ് ചെയ്യുകയൊക്കെ ആയിരുന്നു. അപ്പൊ അതിന്റെ കൂട്ടത്തിൽ എന്താണ് ഓപ്ഷൻസിനെ നമ്മൾ കോപ്പി പേസ്റ്റ് ചെയ്യുന്ന സമയത്ത് എന്താണ് പറ്റിപ്പോയത്, ഇങ്ങനെയാ വരുന്നത്. അപ്പൊ അത് മാറ്റാൻ പറ്റിയില്ല, ഐ എം സോറി ഫോർ ദാറ്റ്. അപ്പോൾ ഓപ്ഷൻസ് 1 കടൽ തീരത്ത്, രണ്ടാമത്തെ ഓപ്ഷൻ ഗാസയിലെ കുട്ടികൾ, മൂന്നാമത്തത് പ്രകാശത്തിന്റെ ലോകം, നാലാമത്തത് ഓർമ്മകളുടെ തണൽ. അപ്പോ അതായത് ഈ ക്വസ്റ്റിനെ കൂടി എന്താണ് PSC ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ PSC ഉദ്ദേശിക്കാൻ പോകുന്നത്? ഈ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നമ്മൾ പത്രത്തിൽ കൂടി ഈ പുരസ്കാരങ്ങളല്ലാതെ പത്രം വായിക്കുന്ന ഒരാളാണോ, നിരീക്ഷണ പാഠവുമുള്ള ഒരാളാണോ, വാർത്തകളിൽ ശ്രദ്ധിക്കുന്ന ഒരാളാണോ എന്നറിയാൻ വേണ്ടിയിട്ട് ആ ക്വസ്റ്റ്യൻ അവർക്ക് ഉപയോഗിക്കാൻ പറ്റും. അപ്പം അങ്ങനെ വരുമ്പം T പത്മനാഭൻ എഴുതിയ ഏറ്റവും പുതിയതും ഏറെ ചർച്ച ചെയ്യപ്പെട്ടതുമായ പുസ്തകം ഏതാണ്? കടൽ തീരത്താണോ, ഗാസയിലെ കുട്ടികളാണോ, പ്രകാശത്തിന്റെ ലോകമാണോ, ഓർമ്മകളുടെ തണലാണോ? ഇതിലേതാണ് നമ്മുടെ ഉത്തരം എന്നാണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്.
അപ്പൊ ഇവിടെ ശ്രദ്ധിക്കുക, നമ്മുടെ ഉത്തരം ഗാസയിലെ കുട്ടികളാണ്. അപ്പൊ ഇത് ഒരുപാട് ഇതിനെപ്പറ്റി എന്താണ് ചർച്ചകളും അതേപോലെ ഒരുപാട് എന്താ പറയുക നമുക്ക് കാണാൻ പറ്റുന്ന രീതിയിൽ ഫോട്ടോകളും ഗാസയിലെ കുട്ടികളുടെ അതായതുകൊണ്ട് തന്നെ ഒരുപാട് പേരുകളും ഒക്കെ കൂട്ടിയിണക്കിയാണ് ഈ ഒരു പുസ്തകം അദ്ദേഹം എഴുതിയത്. ടി പത്മനാഭൻ എന്ന എഴുത്തുകാരൻ നമുക്ക് വേണ്ടി തന്നേക്കുന്ന ഒരു വലിയൊരു സമ്മാനമായിട്ട് വേണം നമ്മൾ ഈ ഗാസയിലെ കുട്ടികൾ എന്നുള്ള പുസ്തകം കണക്കാക്കാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇനി അടുത്ത ചോദ്യം, ലോകത്തില് ഏറ്റവും കൂടുതൽ പ്രതിഫലം കൈപ്പറ്റുന്ന കായിക താരം എന്ന പദവി തുടർച്ചയായി 3-ാം വർഷവും നിലനിർത്തിയത് ആരാണ്? ലോകത്തിലെ ഏറ്റവും കൂടുതൽ പ്രതിഫലം കൈപ്പറ്റുന്ന കായിക താരം എന്ന പദവി തുടർച്ചയായിട്ട് ഉത്തരം നിങ്ങൾക്ക് വന്നു, എന്നാലും കൈപ്പറ്റുന്ന കായിക താരം എന്ന പദവി തുടർച്ചയായി 3-ാം വർഷവും നിലനിർത്തിയത് ആരാണെന്നാണ് ചോദ്യം. ഇപ്പം ചോദ്യം ഉത്തരം കാണാത്തവർക്ക് വേണ്ടി വായിക്കുന്നതാണ്. ലയണൽ മെസ്സി, ക്രിസ്ത്യാനോ റൊണാൾഡോ, വിരാട് കോഹ്ലി, ലൈബ്രോൺ ജെയിംസ്. അപ്പൊ നമുക്ക് ഈസി ആയിട്ട് ആരെ കട്ട് ചെയ്ത് കളയാൻ പറ്റും? വിരാട് കോഹ്ലിനെ കട്ട് ചെയ്യാൻ പറ്റും. കാരണം മെസ്സിയും ക്രിസ്ത്യാനോ റൊണാൾഡോയും നിൽക്കുമ്പോൾ നമുക്ക് വിരാട് കോഹ്ലി എന്താ പറയാ അല്ല, നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റില്ല. അപ്പം ബാക്കിയുള്ള 3-ന് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, ഉത്തരം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഉത്തരം എന്താണ്? ക്രിസ്ത്യാനോ റൊണാൾഡോ ആണ് നമ്മുടെ ഉത്തരം. അപ്പം ലോകത്തെ ഏറ്റവും കൂടുതൽ പ്രതിഫലം കൈപ്പറ്റുന്ന കായിക താരം എന്ന പദവി തുടർച്ചയായി 3-ാം വർഷവും നിലനിർത്തിയത് ക്രിസ്ത്യാനോ റൊണാൾഡോ ആണ്. ഇനി അടുത്തത്, ഇന്ത്യൻ പ്രതിരോധ രംഗത്ത് മൃഗസംരക്ഷണവും യുദ്ധതന്ത്രങ്ങളും സമന്വയിപ്പിച്ച് അടുത്തിടെ നടത്തിയ അഭ്യാസ പ്രകടനത്തിന്റെ പേരെന്ത്? ഇന്ത്യൻ പ്രതിരോധ രംഗത്ത് മൃഗസംരക്ഷണവും യുദ്ധതന്ത്രങ്ങളും, അപ്പം ഇന്ത്യൻ ഡിഫൻസിന്റെ ഭാഗത്ത് നിന്ന് മൃഗസംരക്ഷണവും അവർ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്, അതേപോലെ തന്നെ യുദ്ധതന്ത്രങ്ങളും സമന്വയിപ്പിച്ച് അടുത്തിടെ നടത്തിയ അഭ്യാസ പ്രകടനത്തിന്റെ പേരെന്താണെന്നാണ് ചോദ്യം. അപ്പൊ വ്യക്തമായിട്ട് പത്രം വായിക്കുന്ന ഒരാൾക്ക് കൃത്യമായിട്ട് കിട്ടേണ്ടതാണ്. അപ്പൊ ഓപ്ഷൻ നോക്കിക്കേ, പശുജന്യ യുദ്ധ അഭ്യാസ്, ഗരുഡ ശക്തി, വജ്രപ്രഹാർ, ധർമ്മഗാർഡിയൻ. അപ്പൊ ഈ 4 ഓപ്ഷൻസ്. പശുജന്യ യുദ്ധ അഭ്യാസ്, ഗരുഡ ശക്തി, വജ്രപ്രഹാർ, ധർമ്മഗാർഡിയൻ. ഈ 4 ഓപ്ഷൻ നമ്മൾ ഏത് സെലക്ട് ചെയ്യും? നിങ്ങൾ നോക്കിക്കേ. അപ്പോൾ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളത് തന്നെയാണ് നമ്മുടെ ഇവിടുത്തെ ഉത്തരം. ഏതാണ്? പശുജന്യ യുദ്ധ അഭ്യാസ്. പശുജന്യ യുദ്ധ അഭ്യാസ് ഇന്ത്യൻ ഡിഫൻസിന്റെ മേഖലയിൽ നിന്ന് മൃഗസംരക്ഷണവും നമ്മുടെ യുദ്ധതന്ത്രങ്ങളും സമന്വയിപ്പിച്ചിട്ടുണ്ടായിരുന്ന അഭ്യാസ പ്രകടനമായിരുന്നു പശുജന്യ യുദ്ധ അഭ്യാസ്. ഇനി അടുത്തത്, വികസിത രാജ്യങ്ങളുടെ കൂട്ടായ്മയായ G7 ഓക്കെ, G7 ഉച്ചകോടിക്ക് ഓക്കെ 2026 ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, G7 രാജ്യങ്ങളുടെ പേരുകളൊക്കെ നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ. G7 രാജ്യങ്ങളുടെ പേര് ഏതൊക്കെയാണ്? അപ്പം വികസിത രാജ്യങ്ങളുടെ കൂട്ടായ്മയായിട്ടുള്ള G7 അതിന്റെ ഉച്ചകോടിക്ക് 2026 ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പൊ നോക്കിയേ, ജപ്പാൻ ആണോ, ഇറ്റലി ആണോ, കാനഡ ആണോ, UK ആണോ? ജപ്പാൻ ആണോ, ഇറ്റലി ആണോ, കാനഡ ആണോ, UK ആണോ? 2026 G7 ഉച്ചകോടിയുടെ എന്താണ് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം? ഇതാണ് നമ്മുടെ ചോദ്യം. മനസ്സിലാക്കാം. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇതിനകത്ത് ആദ്യം ഓർക്കേണ്ട കാര്യം എടുത്തു പറയാണ്, G7 ആരാണെന്ന് നമ്മൾ ഓർക്കണം. അതേപോലെ G7 അംഗങ്ങൾ ഏതാണെന്ന് ഓർക്കണം. അപ്പൊ ഇന്ത്യ ഒന്നും G7 അംഗങ്ങളല്ല, നമുക്കറിയാമല്ലോ. അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ, അപ്പം ഒരു മിനിറ്റ്, ഞാൻ ഓപ്ഷൻ ചേഞ്ച് ചെയ്യാണ്. ഓക്കെ, നമുക്ക് G7 അംഗങ്ങൾ ആരൊക്കെ നോക്കാമേ. ആരൊക്കെയാണ്? കാനഡയുണ്ട്, അതേപോലെ ഫ്രാൻസ് ഉണ്ട്, പിന്നെ ആരുണ്ട്? ജർമ്മനി ഉണ്ട്, ഇറ്റലി ഉണ്ട്, പിന്നെ ആരുള്ളത്? UK ഉണ്ട്, US ഉണ്ട്, ജപ്പാൻ ഉണ്ട്. അപ്പൊ ആരൊക്കെയാ ഉള്ളത്? ജർമ്മനി, ഫ്രാൻസ്, കാനഡ, ഇറ്റലി, പിന്നെ UK, US, ജപ്പാൻ. ഇത് കൂടാതെ പെർമനന്റ് ഗസ്റ്റ് ആയിട്ട് എപ്പോഴും ഉള്ളവരാണ് യൂറോപ്യൻ യൂണിയൻ. പെർമനന്റ് ഗസ്റ്റ് ആയിട്ട് എപ്പോഴും പങ്കെടുക്കുന്ന ആൾക്കാരാണ് യൂറോപ്യൻ യൂണിയൻ എന്നുള്ളത് മനസ്സിലാക്കാം. അപ്പം ഈ യൂറോപ്യൻ യൂണിയന്റെ കാര്യം വന്നപ്പോഴത്തേക്ക് നമ്മൾ പ്രത്യേകം ഓർക്കേണ്ട കാര്യം, യൂറോപ്യൻ യൂണിയൻ പെർമനന്റ് ഗസ്റ്റ് ആണെന്നുള്ള കാര്യം പ്രത്യേകം ഓർക്കണം. GK അതേപോലെ G7 കാര്യത്തിൽ. ഇനി ഈ G7
എത്രാമത്തെ ഉച്ചകോടിയാണ് 2026 നടക്കുന്നത് അറിയാമോ? എത്രാമത്തെ ഉച്ചകോടിയാണ് 2026 നടക്കുന്നത്? 52ാമത്തെ ഉച്ചകോടിയാണ് ഈ 2026 നടന്നിട്ടുള്ളത്. ഇപ്പൊ ജൂണിൽ അത് കഴിഞ്ഞു. അപ്പം അതിന്റെ ആതിഥേയത്വം വഹിച്ച രാജ്യം ആക്ച്വലി കാനഡയല്ല, ഫ്രാൻസ് ആണ്. കാരണം 52 ഫ്രാൻസില്, 51 കാനഡയിലായിരുന്നു, 51ാമത്തത് കാനഡയിലായിരുന്നു. അപ്പം ഇവിടുത്തെ പ്രത്യേക കാര്യം നോക്കാനുള്ളത് ലോകത്തിലെ പ്രധാന വികസിത സമ്പദ് വ്യവസ്ഥകളുടെ 52ാമത് G7 ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിക്കാനുള്ള ഊഴം 2026 ആർക്കാണ്? ഫ്രാൻസിനാണ് ലഭിച്ചത്. 51ാമത്തെയാണ് ആർക്ക് ലഭിച്ചത്? കാനഡയ്ക്ക് ലഭിച്ചത്. അപ്പം ആ ഒരു കാര്യം പ്രത്യേകം ഓർക്കുക. ആരൊക്കെയാണ് G7 അംഗങ്ങൾ? ആരൊക്കെയായിരുന്നു? നമുക്കറിയാം, ജർമ്മനി, ഇറ്റലി, ഫ്രാൻസ്, പിന്നെ ജപ്പാൻ ഉണ്ട്, UK, US ഉണ്ട് അല്ലെ. അതുപോലെ തന്നെ അപ്പൊ നമ്മൾ ഇറക്കുന്ന UK ഉണ്ട്. അപ്പൊ നമ്മളെല്ലാം പറഞ്ഞു കഴിഞ്ഞു. അപ്പം അത് കഴിഞ്ഞിട്ട് 52ാമത്തത് എവിടെയായിരുന്നു? ഫ്രാൻസിലായിരുന്നു. 51ാമത്തത് കാനഡയിലായിരുന്നു. ആ രണ്ട് കാര്യങ്ങളും ഓർത്ത് വെച്ചേക്കുക. ഇന്ത്യ മെമ്പറേ അല്ല, പെർമനന്റ് ഗസ്റ്റും അല്ല. വേണമെങ്കിൽ അങ്ങനെ നമ്മളെ കൺഫ്യൂസ് ചെയ്യിക്കാം. അതേപോലെ തന്നെ കൺഫ്യൂസ് ചെയ്യിക്കാൻ പറ്റിയ വേറെ ഫാക്ടറാണ് യൂറോപ്യൻ യൂണിയൻ പുതിയ മെമ്പർ ആക്കി എന്ന് പറയാം. അങ്ങനെയൊന്നുമില്ല. യൂറോപ്യൻ യൂണിയൻ എന്താണ്? പെർമനന്റ് ആയിട്ടുള്ള ഗസ്റ്റ് ആണ്. യൂറോപ്യൻ യൂണിയൻ പെർമനന്റ് ആയിട്ടുള്ള ഗസ്റ്റ് ആണ്. അപ്പൊ ആ ഒരു കാര്യം ഓർത്ത് വെച്ചേക്കണേ. ഇനി അടുത്ത ചോദ്യം, കേന്ദ്ര ഡ്രഗ് സ്റ്റാൻഡേർഡ് കൺട്രോളർ ഓർഗനൈസേഷന്റെ ഇപ്പോഴത്തെ ഡ്രഗ് കൺട്രോളർ ജനറൽ ഓഫ് ഇന്ത്യ എന്താണ്? ഡ്രഗ് കൺട്രോളർ ജനറൽ ഓഫ് DCGA. പുതിയ DCGA ആരാണെന്നാണ്? ഏത് ഡിപ്പാർട്ട്മെന്റിന്റെയാണ്? കേന്ദ്ര ഡ്രഗ് സ്റ്റാൻഡേർഡ് കൺട്രോളർ ഓർഗനൈസേഷന്റെ ഇപ്പോഴത്തെ ഡ്രഗ് കൺട്രോളർ ജനറൽ ഓഫ് ഇന്ത്യ ആരാണെന്നാണ് ചോദ്യം. ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ്. അപ്പോൾ നോക്കിക്കേ, ഡോക്ടർ രാജീവ് സിംഗ് രഘുവംശി ആണോ? ഡോക്ടർ വേണുഗോപാൽ സൊമാനി ആണോ? അതേപോലെ തന്നെ ഡോക്ടർ മൻസുഖ് മാണ്ഡവ്യ ആണോ? ഡോക്ടർ ഭാരതി പ്രവീൺ പവാർ ആണോ? അപ്പോൾ ഈ ഓപ്ഷൻസ് വെച്ചിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. നമ്മൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. പക്ഷെ നിങ്ങൾക്ക് ഭാഗ്യമുണ്ടെങ്കിൽ, നമുക്ക് ഭാഗ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻ പരീക്ഷയ്ക്ക് കിട്ടട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയാണ്. അപ്പം എന്തൊക്കെ ഓപ്ഷൻസ്? ഡോക്ടർ രാജീവ് സിംഗ് രഘുവംശി, ഡോക്ടർ വേണുഗോപാൽ സൊമാനി, ഡോക്ടർ മൻസുഖ് മാണ്ഡവ്യ, ഡോക്ടർ ഭാരതി പ്രവീൺ പവാർ. നമുക്ക് നോക്കാം. ഉത്തരം എന്താണ്? ഡോക്ടർ രാജീവ് സിംഗ് രഘുവംശിയാണ് നമ്മുടെ ശരിയായിട്ടുള്ള ഉത്തരം. ഡോക്ടർ രാജീവ് സിംഗ് രഘുവംശിയാണ് നമ്മുടെ ശരിയായിട്ടുള്ള ഉത്തരമേ. അപ്പൊ നോക്കിയേ, ഇന്ത്യയിലെ മരുന്നുകളുടെ ഗുണനിലവാരം, ക്ലിനിക്കൽ ട്രയലുകൾ, പുതിയ മരുന്നുകൾക്കുള്ള അനുമതി എന്നിവ നിയന്ത്രിക്കുന്ന DCGA തലവനായിട്ടുള്ള ഡോക്ടർ രാജീവ് സിംഗ് തലവനായിട്ടുള്ള ആ ഒരു DCGA ഡ്രഗ് കൺട്രോൾ കേന്ദ്ര ഡ്രഗ് സ്റ്റാൻഡേർഡ്സ് കൺട്രോൾ ഓർഗനൈസേഷൻ ആണ്. അപ്പൊ ഡോക്ടർ രാജീവ് സിംഗ് രഘുവംശിയാണ് ആ ഒരു പൊസിഷനിൽ തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഈ ഇടയ്ക്ക് പത്രത്തിലും ഒക്കെയും കുറെ വിവാദങ്ങളൊക്കെ വന്നപ്പോഴത്തേക്കും അദ്ദേഹത്തിന്റെ പേര് ഉയർന്നു കേട്ടിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇതൊരു എന്താ പറയാ ചോദിക്കാൻ ചാൻസ് ഉള്ള ചോദ്യമായിട്ട് കണക്കാക്കി PSCയുടെ ആ ഒരു കണ്ണിൽ നിന്ന് കണ്ടിട്ട് നിങ്ങൾക്ക് തന്നിരിക്കുന്നത്. നമുക്ക് ഭാഗ്യമുണ്ടെങ്കിൽ ഈ ചോദ്യം വരട്ടെ. അപ്പോൾ അടുത്ത് നമുക്ക് നോക്കാമേ. ഡ്രഗ് ഇൻസ്പെക്ടർമാരുടെ പരിശോധനകൾ സുതാര്യമാക്കാനും ലൈസൻസിംഗ് വേഗത്തിലാക്കാനും കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം വികസിപ്പിച്ച ഔദ്യോഗിക വെബ് പോർട്ടൽ ഏതാണെന്നാണ് അടുത്ത ചോദ്യം. അപ്പോൾ ഡ്രഗ് ഇൻസ്പെക്ടർമാരുടെ പരിശോധനകൾ സുതാര്യമാക്കാനും ലൈസൻസിംഗ് വേഗത്തിലാക്കാനും കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം വികസിപ്പിച്ച ഔദ്യോഗിക വെബ് പോർട്ടൽ ഏതാണെന്നാണ് ചോദ്യം. അപ്പൊ നമുക്ക് നോക്കാം. ഈ ഔഷധിയാണോ? സുഗം പോർട്ടലാണോ? നാഷണൽ ഡ്രഗ് മോണിറ്ററിംഗ് ആപ്പ് ആണോ? അതുപോലെ ഫാർമ കാവലാണോ? ഇങ്ങനത്തെ 4 ചോദ്യങ്ങളാണ് നാല് ഓപ്ഷൻസ് ആണ് നമുക്കുള്ളത്. ഏതൊക്കെയാണ്? ഈ ഔഷധി, സുഗം പോർട്ടൽ, അതേപോലെ നാഷണൽ ഡ്രഗ് മോണിറ്ററിംഗ് ആപ്പ്, ഫാർമ കാവൽ. ഇതിനകത്ത് ഏതാണ് നമ്മുടെ ഉത്തരം? നമുക്ക് നോക്കാം. ഇതിനകത്ത് ഉത്തരം ഏതാണെന്ന് വെച്ചാൽ സുഗം പോർട്ടലാണ് നമ്മുടെ ഉത്തരം. സുഗം പോർട്ടൽ വഴി മരുന്നുകളുടെ അപേക്ഷകൾ സമർപ്പിക്കുന്നതും അനുമതി നൽകുന്നതും പൂർണ്ണമായും ഡിജിറ്റൽ വൽക്കരിച്ചു. ഇത് ഫാർമ വ്യവസായത്തിൽ സുതാര്യത ഉറപ്പാക്കാൻ സഹായിക്കുന്നുണ്ട്. സുഗം പോർട്ടലിന്റെ കാര്യമാണ് എടുത്തു പറഞ്ഞിരിക്കുന്നത്. അപ്പം ഈ ചോദ്യം എന്തുകൊണ്ടാണ് പ്രാധാന്യം അർഹിക്കുന്നത് വെച്ചാൽ നമ്മുടെ ഓപ്പറേഷൻ തൂഫാനൊക്കെ അറിയാലോ. അപ്പം അതിനായിട്ട് ബന്ധപ്പെട്ടൊക്കെ നമുക്ക് ഈ ചോദ്യം നമുക്ക് പ്രതീക്ഷിക്കാമേ. അപ്പം ഇവിടുത്തെ ഏതാണ്? സുഗം പോർട്ടലാണ് നമ്മുടെ ചോദ്യം. അപ്പോൾ അടുത്ത നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. എന്നിരുന്നാലും നമുക്ക് ആ ചോദ്യം ഒന്ന് പരിശോധിക്കാം. 2026 ജനുവരിയിൽ പൂർണ്ണമായും അന്താരാഷ്ട്ര വാണിജ്യ പ്രവർത്തനങ്ങൾ ആരംഭിച്ച വിഴിഞ്ഞം തുറമുഖത്ത് ആദ്യമായി അടുത്ത ചരിത്ര പ്രസിദ്ധമായ മദർഷിപ്പ് ഏതാണ്? ഇത് റിപ്പീറ്റഡ് ആയിട്ട് പല PSC ചോദ്യപേപ്പറിൽ ആവർത്തിച്ച് കണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു. ഇൻക്ലൂഡ് ഉൾപ്പെടുത്തിയതാണ്. 2026 ജനുവരിയിൽ പൂർണ്ണമായും അന്താരാഷ്ട്ര വാണിജ്യ പ്രവർത്തനങ്ങൾ ആരംഭിച്ച് വിഴിഞ്ഞം തുറമുഖത്ത് ആദ്യമായി അടുത്ത ചരിത്ര പ്രസിദ്ധമായ മദർഷിപ്പ് ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. സാൻ ഫെർണാണ്ടോ ആണോ? ഷെൻഹുവ 15 ആണോ? മോഴ്സക് ലിവർപൂൾ ആണോ?
എവർ ഗിവൺ ആണോ? ഇതിലേതാണ് നമ്മുടെ ഉത്തരം? നമ്മൾ സ്ഥിരം കേട്ട് ഇത് വായിക്കാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല, സ്ഥിരമായിട്ട് കറണ്ട് അഫയേഴ്സ് ഫോളോ ചെയ്യുന്നവർ അല്ലേ. അപ്പൊ സാൻ ഫെർണാണ്ടോ, ഷെൻഹുവ 15, മോർസക് ലിവർപൂൾ, എവർ ഗിവൺ. നമ്മുടെ ഉത്തരം ഏതാണ്? സാൻ ഫെർണാണ്ടോ ആണ് നമ്മുടെ ഉത്തരം. അപ്പൊ നോക്കിയേ, ഇന്ത്യയിലെ ആദ്യത്തെ അന്താരാഷ്ട്ര ട്രാൻസ്ഷിപ്മെന്റ് തുറമുഖമായ വിഴിഞ്ഞത്ത് ട്രയൽ റണ്ണിന്റെ ഭാഗമായിട്ട് ആദ്യമായി ചരക്കിറക്കിയ കൂറ്റൻ മദർഷിപ്പാണ് സാൻ ഫെർണാണ്ടോ. തുറമുഖ ചരിത്രത്തിൽ ഇതൊരു നാഴികക്കല്ലാണ്. നമ്മുടെ തുറമുഖ ചരിത്രത്തിൽ ഇതൊരു നാഴികക്കല്ലാണ്. ഓക്കെ, അപ്പം ആ പേര് ഒരിക്കലും മറക്കരുത്, സാൻ ഫെർണാണ്ടോ കേട്ടോ. ഇനി നമുക്ക് അടുത്ത് നോക്കാമേ. 2025 പ്രശസ്തമായ ഓടക്കുഴൽ പുരസ്കാരത്തിന് അർഹനായ സാഹിത്യകാരൻ ആരാണ്? 2025 പ്രശസ്തമായിട്ടുള്ള ഓടക്കുഴൽ അവാർഡ് ഉണ്ടല്ലോ, ആ ഓടക്കുഴൽ അവാർഡിന്റെ അർഹനായിട്ടുള്ള, ആ 2025 അർഹത നേടിയിട്ടുള്ളത് ആരാണ് എന്നാണ് ചോദ്യം. EP രാജഗോപാൽ സാറാണോ, വിജയ് ജെയിംസ് ആണോ, സുഭാഷ് ചന്ദ്ര സാറാണോ, M മുകുന്ദൻ സാറാണോ? ആർക്കാണ് 2025 ഓടക്കുഴൽ അവാർഡ് കിട്ടിയിട്ടുള്ളത്? ഇതാണ് നമ്മുടെ ചോദ്യം. അപ്പൊ നമുക്ക് ഉത്തരം നോക്കിയാലോ. ഉത്തരം എന്താണ്? EP രാജഗോപാൽ സാറിനാണ് 2025 ഓടക്കുഴൽ അവാർഡ് കിട്ടിയിട്ടുള്ളത്. അപ്പൊ ഇവിടെ നോക്കിക്കേ, ജി ശങ്കരക്കുറുപ്പിന്റെ സ്മരണാർത്ഥം നൽകുന്ന പ്രശസ്തമായ ഓടക്കുഴൽ പുരസ്കാരത്തിന് EP രാജഗോപാൽ അർഹനായി. അദ്ദേഹത്തിന് ഉൾക്കഥ എന്ന കൃതിക്കാണ് ഈ പുരസ്കാരം ലഭിച്ചത്. അദ്ദേഹത്തിന്റെ ഉൾക്കഥ. അപ്പൊ ഏതാണ് ആ ഒരു ഉൾക്കഥ? ഓക്കെ, ഉൾക്കഥയ്ക്കാണ് ഇത് കിട്ടിയിട്ടുള്ളത്. ഉൾക്കഥയ്ക്കാണ് EP രാജഗോപാൽ. ഇനി അടുത്തത്, കേന്ദ്ര സർക്കാർ പുതുതായി പാസാക്കിയ VB ഗ്രാംജി നിയമപ്രകാരം തൊഴിലുറപ്പ് പദ്ധതിയുടെ പ്രതിവർഷ പ്രവൃത്തി ദിനങ്ങൾ 100-ൽ നിന്നും എത്രയായിട്ടാണ് ഉയർത്തിയത്? അപ്പൊ നമുക്കറിയാം, തൊഴിലുറപ്പ് പദ്ധതിയുടെ പുതിയ നാമകരണമാണ് VB ഗ്രാംജി. അപ്പൊ അതൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. അതിന്റെ പ്രവൃത്തി ദിനങ്ങൾ 100-ൽ നിന്നും എത്ര ആയിട്ടാണ് ഉയർത്തിയെന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. 100-ൽ നിന്നും എത്ര ആയിട്ടാണ് ഉയർത്തിയെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പൊ നമുക്ക് നോക്കിയേ, 110, 120, 125, 150 നമ്പർ കൊണ്ടുള്ള കളിയാണല്ലേ. അപ്പം 100-ൽ നിന്നും 110 ആണോ, 120 ആണോ, 125 ആണോ, 150 ആണോ? ഇതാണ് നമ്മുടെ ചോദ്യം. അപ്പൊ നമുക്ക് ഉത്തരമായിട്ട് എന്ത് കൊടുക്കാം? 125 ആണ്. 100-ൽ നിന്നും നേരെ പോയത് 125-ലേക്കാണ്. ഗ്രാമീണ മേഖലയിലെ തൊഴിൽ സുരക്ഷിതത്വം ഉറപ്പാക്കാൻ കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന പുതിയ പരിഷ്കരണ പ്രകാരം കുറഞ്ഞ തൊഴിൽ ദിനങ്ങൾ 125 ആയിട്ട് ഉയർത്തി. കൂടാതെ കാർഷിക വിളവെടുപ്പ് സമയങ്ങളിൽ ഈ പദ്ധതിക്ക് 60 ദിവസത്തെ താൽക്കാലിക ഇടവേളയും നിഷ്കർഷിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ ഈ ഒരു 100 മുതൽ 100-നെ 125 ആയിട്ട് കൂട്ടി എന്നുള്ളത് പ്രത്യേകം ഒന്ന് ഓർത്തു വെച്ചേക്കാം കേട്ടോ. ഇനി അടുത്ത് നമുക്ക് നോക്കാം. പ്രശസ്തമായ 2026 ക്രാഫോർഡ് പ്രൈസ് കരസ്ഥമാക്കിയ ഇന്ത്യൻ വംശജരായ ശാസ്ത്രജ്ഞൻ ആരാണ്? അപ്പൊ ക്രാഫോർഡ് പ്രൈസ് കരസ്ഥമാക്കിയ ഇന്ത്യൻ വംശജനായിട്ടുള്ള ശാസ്ത്രജ്ഞൻ 2026 ആരാണെന്നാണ് ചോദ്യം. അപ്പൊ ഓപ്ഷൻസ് നോക്കിയേ, വീരഭദ്രൻ രാമനാഥൻ, CNR റാവു, രാമകൃഷ്ണൻ, അതായത് ജയൻ നർലിക്കർ. അപ്പൊ രാമകൃഷ്ണനാണോ, വീരഭദ്രൻ രാമനാഥനാണോ, CNR റാവു ആണോ, ജയൻ നർലിക്കർ ആണോ? ആർക്കാണ് 2026 ക്രാഫോർഡ് പ്രൈസ് കിട്ടിയിട്ടുള്ളത് എന്നാണ് നമ്മുടെ ചോദ്യം. അപ്പൊ നോക്കിക്കേ, ഇവിടെ ഉത്തരം ഏതാണ്? വീരഭദ്രൻ രാമനാഥൻ ആണ്. അപ്പോൾ ഹരിതഗൃഹവാദങ്ങളെക്കുറിച്ചും ആഗോള കാലാവസ്ഥാ വ്യതിയാനങ്ങളെക്കുറിച്ചുമുള്ള മികച്ച ഗവേഷണങ്ങൾ മുൻനിർത്തിയാണ് പ്രശസ്തമായ ക്രാഫോർഡ് പ്രൈസ് വീരഭദ്രൻ രാമനാഥന് ലഭിച്ചത്. നോബൽ സമ്മാനത്തിന് തുല്യമായിട്ട് കണക്കാക്കുന്ന ഒരു പുരസ്കാരമാണ് ഇത്. നോബൽ സമ്മാനത്തിന് തുല്യമായിട്ടുള്ള പുരസ്കാരമായിട്ട് കണക്കാക്കുന്നതാണിത്. അപ്പം എന്തായിരുന്നു അദ്ദേഹത്തിന്റെ പഠനം? ഹരിതഗൃഹവാദങ്ങളെക്കുറിച്ചും ആഗോള കാലാവസ്ഥാ വ്യതിയാനങ്ങളെക്കുറിച്ചുമുള്ള മികച്ച ഗവേഷണങ്ങൾ മുൻനിർത്തിയാണ് പ്രശസ്തമായ ക്രാഫോർഡ് പ്രൈസ് വീരഭദ്രൻ രാമനാഥന് ലഭിച്ചിട്ടുള്ളത്. അപ്പൊ ആ ഒരു അത്രയും പ്രാധാന്യമുള്ളതാണല്ലോ ഓർത്തു വെച്ചേക്കാം കേട്ടോ. അത്രയും പ്രാധാന്യമുള്ളതാണ്. അതുപോലെ തന്നെ ഇന്ത്യൻ വംശജനാണ് കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ ചോദ്യം പ്രാധാന്യം അർഹിക്കുന്നത്. ഇനി അടുത്തത്, കായിക രംഗത്തെ പ്രമുഖ ആഭ്യന്തര ക്രിക്കറ്റ് ടൂർണമെന്റായ വിജയ് ഹസാരെ ട്രോഫി 2025-2026 ജേതാക്കളായത് ഏത് ടീമാണ്? കായിക രംഗത്തെ പ്രമുഖ ആഭ്യന്തര ക്രിക്കറ്റ് ടൂർണമെന്റ് ആയിട്ടുള്ള വിജയ് ഹസാരെ ട്രോഫി 2025-2026 ജേതാക്കളായത് ഏത് ടീമാണെന്നാണ് ചോദ്യം. അത് മുംബൈ ആണോ, കർണാടകയാണോ, വിദർഭയാണോ, സൗരാഷ്ട്രയാണോ? അപ്പം പ്രാദേശികമാണ്. ആ ട്രോഫിയുടെ പേരെന്താണ്? വിജയ് ഹസാരെ ട്രോഫി 2025-2026. സൗരാഷ്ട്ര, വിദർഭ, മുംബൈ, കർണാടക. ഇതിൽ ആർക്കാണ് കിട്ടിയിട്ടുണ്ടാവുക? ആരാണ് ഓപ്ഷൻ? ഓക്കെ, വിദർഭയാണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത്. അപ്പൊ കലാശ പോരാട്ടത്തില് ശക്തരായ എതിരാളികളെ പരാജയപ്പെടുത്തി വിദർഭ തങ്ങളുടെ മികച്ച പ്രകടനത്തിലൂടെ 2025-2026 സീസണിലെ വിജയ് ഹസാരെ ട്രോഫി സ്വന്തമാക്കി. അപ്പം
പ്രത്യേകം ശ്രദ്ധിക്കുക, ചിലപ്പോൾ ചോദ്യം വരുന്ന വിജയ് ഹസാരെ ടൂർണമെന്റ് ഏത് കായിക ഇനവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു, ഏത് കായിക ഇനവുമായിട്ടാണ്? അത് ക്രിക്കറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. അപ്പൊ 2025-26 പുരസ്കാരം അല്ലെ ആ ട്രോഫി എടുത്തത് ആരാണ്, ഏത് ടീമാണ്? വിദർഭയാണ് അത് എടുത്തിട്ടുള്ളത്. അപ്പൊ നിങ്ങൾക്ക് ആ ഒരു പോയിന്റ് ലെവലിൽ ഓർത്ത് വെച്ചേക്കുക. അപ്പം ഒരു ക്വസ്റ്റ്യൻ കിട്ടി എങ്ങനെയൊക്കെ പഠിക്കണം നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. 4 Stars of Destiny എന്ന പേരിൽ ആത്മകഥ പുറത്തിറക്കിയ മുൻ ഇന്ത്യൻ സൈനിക മേധാവി ആരാണെന്നാണ് അടുത്ത ചോദ്യം. 4 Stars of Destiny എന്ന പേരിൽ ആത്മകഥ പുറത്തിറക്കിയ മുൻ ഇന്ത്യൻ സൈനിക മേധാവി ആരാണ്? ഇതാണ് നമ്മുടെ ചോദ്യം. ഓപ്ഷൻസ് നമുക്ക് നോക്കാമേ. ജനറൽ മനോജ് മുകുന്ദ് നരവനെ, ജനറൽ വിപിൻ റാവത്ത്, ജനറൽ ദൽബീർ സിംഗ്, ജനറൽ VK സിംഗ്. ഇതിൽ ആരാണ് 4 Stars of Destiny എന്ന പേരിൽ ആത്മകഥ പുറത്തിറക്കിയ മുൻ ഇന്ത്യൻ സൈനിക മേധാവി? മനോജ് മുകുന്ദ് നരവനെയാണോ, ബിപിൻ റാവത്ത് ആണോ, അതുപോലെ ദൽബീർ സിംഗ് ആണോ, അതുപോലെ VK സിംഗ് ആണോ? ഇതിൽ ആരാണെന്നാണ് നമ്മുടെ ചോദ്യം. അപ്പൊ നോക്കിക്കേ, ഇതിന്റെ ഉത്തരം നോക്കിയേ. ജനറൽ മനോജ് മുകുന്ദ് നരവനെയാണ് നമ്മുടെ ഉത്തരം. മുൻ കരസേനാ മേധാവിയായിട്ടുള്ള ജനറൽ M നരവനെയുടെ ഔദ്യോഗിക ജീവിതവും ലഡാക്ക് അതിർത്തി തർക്കങ്ങളും ഉൾപ്പെടുത്തിയിട്ടുള്ള ഓർമ്മക്കുറിപ്പുകളുമാണ് ഈ പുസ്തകത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പം ഉത്തരം ജനറൽ മനോജ് മുകുന്ദ് നരവനെയാണ്. നമ്മുടെ പുസ്തകത്തിന്റെ പേരെന്താണ്? 4 Stars of Destiny. 4 Stars of Destiny. ഇതാണ് പുസ്തകത്തിന്റെ പേര്. ഇനി അടുത്ത് നോക്കാം. വിദേശ ധനസഹായം കൈപ്പറ്റുന്ന NGOകളുടെ പ്രവർത്തനം നിയന്ത്രിക്കാൻ കേന്ദ്ര സർക്കാർ അടുത്തിടെ ഭേദഗതി വരുത്തിയ നിയമം ഏതാണ്? എക്കണോമിക്സ് പഠിച്ചിട്ടുള്ള ഒരു കുട്ടിക്ക് അല്ലെങ്കിൽ PSCക്ക് വേണ്ടി പഠിച്ചിട്ടുള്ള ആൾക്ക് എളുപ്പമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു നിയമമാണ് ഇത്, അല്ലെ? അപ്പം വിദേശ ധനസഹായം കൈപ്പറ്റുന്ന NGOകളുടെ പ്രവർത്തനം നിയന്ത്രിക്കാൻ കേന്ദ്ര സർക്കാർ അടുത്തിടെ ഭേദഗതി വരുത്തിയ നിയമം ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. അത് ഏതാണ്? FCRA ആണോ, ഫെമ ആക്ട് ആണോ, ഫെറ നിയമമാണോ, PMLI ആക്ട് ആണോ? അപ്പൊ നോക്കിക്കേ, ഏതാണ്? FCRI, ഫെമ, ഫെറ, അതേപോലെ PMLI ആക്ട്. ഇതിൽ ഏതാണ്? FCRI ആണോ, ഫെമ ആണോ, ഫെറ ആണോ, PMLI ആണോ? ഈ 4 ഏതാണ് വിദേശ ധനസഹായം കൈപ്പറ്റുന്ന NGOകളുടെ പ്രവർത്തനം നിയന്ത്രിക്കാൻ കേന്ദ്ര സർക്കാർ അടുത്തിടെ ഭേദഗതി വരുത്തിയ നിയമം ഏതാണെന്നാണ് ചോദ്യം. അപ്പൊ നമുക്കറിയാം FCRI നിയമമാണ്, അല്ലെ? ഫോറിൻ കൺട്രിബ്യൂഷൻ റെഗുലേഷൻ ആക്ട്. FCRI നിയമമാണ്. അപ്പം ഫോറിൻ കൺട്രിബ്യൂഷൻ റെഗുലേഷൻ ആക്ട് ചട്ടങ്ങളിലാണ് കേന്ദ്ര ഗവൺമെന്റ് മാറ്റം വരുത്തിയത്. ഇനി മുതൽ വിദേശ പണം സ്വീകരിക്കുന്ന സംഘടനകൾ അത് കൃത്യമായി ഏത് സംസ്ഥാനത്ത് ഏത് ആവശ്യത്തിന് ഉപയോഗിക്കുന്നു എന്ന് മുൻകൂട്ടി വ്യക്തമാക്കണം. അത് ആ ദുരുപയോഗം തടയാൻ വേണ്ടിയിട്ടാണ്, അല്ലെ? ഫോറിൻ കൺട്രിബ്യൂഷൻ റെഗുലേഷൻ ആക്ട്, FCRI ആക്ട് കേട്ടോ. അപ്പൊ ആ ആക്ടിന്റെ പേര് മറന്നു പോകണ്ട. ഏതെങ്കിലും രീതിയിൽ നമുക്ക് ക്വസ്റ്റ്യൻ കിട്ടാൻ നമുക്ക് ചാൻസ് ഉണ്ട്. ഇനി അടുത്ത് നമുക്ക് നോക്കാം. മേഘാലയ ഹൈക്കോടതിയുടെ ചരിത്രത്തിലെ ആദ്യ വനിതാ ചീഫ് ജസ്റ്റിസ് ആയിട്ട് ചുമതലയേറ്റത് ആരാണ്? അതായത് മേഘാലയ ഇപ്പോഴാണ് ആ ഒരു ഇതിലേക്ക് കടന്നു വന്നത്, അല്ലെ? ഒരു വനിതയെ ചീഫ് ജസ്റ്റിസ് ആയിട്ട് കിട്ടുന്നുണ്ട് അവർക്ക്, ഇപ്പോഴാണ് കിട്ടിയിട്ടുള്ളത് ഹൈക്കോടതിയിൽ. അപ്പൊ അതിൽ ആരാണെന്നാണ് ക്വസ്റ്റ്യൻ. മേഘാലയ ഹൈക്കോടതിയുടെ ചരിത്രത്തിലെ ആദ്യ വനിതാ ചീഫ് ജസ്റ്റിസ് ആയിട്ട് ചുമതലയേറ്റത് ആരാണ്? ജസ്റ്റിസ് രേവതി മോഹിത്തെ ദേരയാണോ, ജസ്റ്റിസ് VB നാഗരത്നയാണോ, ജസ്റ്റിസ് ഹിമ കോഹ്ലി ആണോ, ജസ്റ്റിസ് ഫാത്തിമ ബീവി ആണോ? ഇതിൽ ആരാണ് നമ്മുടെ മേഘാലയ ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ആയിട്ട് വന്നിരിക്കുന്ന ആദ്യത്തെ വനിത എന്ന് നമുക്ക് നോക്കാം. അപ്പം നോക്കിയതിനകത്ത് ഉത്തരം ആരാണ്? ജസ്റ്റിസ് രേവതി മൊഹിതെ ദേരെ. ജസ്റ്റിസ് രേവതി മൊഹിതെ ദേരെ. അത് മേഘാലയയുടെ ചരിത്രത്തിൽ എത്രത്തോളം പ്രാധാന്യം അർഹിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് ഇവിടെ ഈ ക്വസ്റ്റ്യൻ പ്രാധാന്യം അർഹിക്കുന്നത്. നോക്കുക, ബോംബെ ഹൈക്കോടതിയിൽ നിന്ന് സ്ഥലം മാറിയെത്തിയ ജസ്റ്റിസ് രേവതി മൊഹിതെ ദേരെ മേഘാലയയുടെ ജുഡീഷ്യൽ തലപ്പത്തുന്ന ആദ്യത്തെ വനിതയായിട്ട് റെക്കോർഡിട്ടു. അപ്പൊ എങ്ങനെയാ റെക്കോർഡ് വന്നത്? അദ്ദേഹത്തിന്റെ നമ്മൾ ഇവിടുന്ന് സ്ഥലം മാറ്റിയതാണ്, അല്ലെ? സ്ഥലം മാറ്റിയപ്പോഴത്തേക്കും നേരെ പോയത് മേഘാലയയിലാണ്. അപ്പൊ അവിടുത്തെ ജുഡീഷ്യൽ തലപ്പത്തെത്തുന്ന ആദ്യത്തെ വനിതയായിട്ട് റെക്കോർഡ് ഇട്ടത് ആരാണ്? ജസ്റ്റിസ് രേവതി മൊഹിതെ ദേരയാണ്. ജസ്റ്റിസ് രേവതി മൊഹിതെ ദേരയാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ലോകാരോഗ്യ സംഘടനയുടെ ഈ വർഷത്തെ റിപ്പോർട്ട് പ്രകാരം മലേറിയ വിമുക്ത പദവി, മലേറിയ ഫ്രീ സർട്ടിഫിക്കേഷൻ നേടിയ ഏറ്റവും പുതിയ രാജ്യം ഏതാണ്? ലോകാരോഗ്യ സംഘടനയുടെ ഈ വർഷത്തെ റിപ്പോർട്ട് പ്രകാരം
മലേറിയ വിമുക്ത പദവി അല്ലെങ്കിൽ മലേറിയ ഫ്രീ സർട്ടിഫിക്കേഷൻ നേടിയ ഏറ്റവും പുതിയ രാജ്യം ഏതാണെന്നാണ് ചോദ്യം. ഈജിപ്റ്റ് ആണോ, ശ്രീലങ്കയാണോ, മാൽഡീവ്സ് ആണോ, അസർബൈജാൻ ആണോ? ഈ 4 ഓപ്ഷൻസ് ഏതാണ്? ഈജിപ്റ്റ്, ശ്രീലങ്ക, മാൽഡീവ്സ്, അസർബൈജാൻ. ഇതിൽ 4 ഓപ്ഷനിൽ ഏതാണെന്നാണ് നമ്മുടെ ചോദ്യം. അപ്പോൾ ഉത്തരം നമ്മുടെ ഈജിപ്റ്റ് ആണ്. ഈജിപ്റ്റ് ആണ് നമ്മുടെ ഉത്തരം. ഓക്കെ. നൂറ്റാണ്ടുകളായി മലേറിയ വലിയ ആരോഗ്യ പ്രശ്നം സൃഷ്ടിച്ച ഈജിപ്റ്റ് കൃത്യമായ പ്രതിരോധ പ്രവർത്തനങ്ങളിലൂടെയും മലേറിയ പൂർണ്ണമായും നിർമ്മാർജ്ജനം ചെയ്തതായിട്ട് WHO ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിച്ചു. ഈജിപ്തിന്റെ കാര്യമാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. അപ്പം ലോകാരോഗ്യ സംഘടനയുടെ ഈ വർഷത്തെ റിപ്പോർട്ട് പ്രകാരം മലേറിയ വിമുക്ത പദവി നേടിയ ഏറ്റവും പുതിയ രാജ്യം ഏതാണ്? നമ്മുടെ ഈജിപ്റ്റ് ആണ്. ഈജിപ്റ്റ് ആണ്. ഓക്കെ. അപ്പൊ അത് ഓർത്ത് വെച്ചേക്കണം. വളരെ വളരെ പ്രാധാന്യം അർഹിക്കുന്നതാണ്.